ശബരിമല ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും. 10 ലക്ഷങ്ങൾക്ക് ആ തീർത്ഥാടന കേന്ദ്രം അതീവ പ്രാധാന്യമുള്ള ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്ന് പറയാൻ കഴിയും: കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസങ്ങളെ മാനിക്കുന്ന പാർട്ടിയാണ്. ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ വിശ്വാസികളോട് ആദരവുള്ള പാർട്ടിയാണ്. LDF അങ്ങനെ തന്നെയാണ്. ഇടതുപക്ഷത്തിന് ഈ ബന്ധമായിരിക്കും ഉണ്ടാവുക വിശ്വാസികളുമായി. അവിടെ ഒരു വര വരയ്ക്കേണ്ടതുണ്ട്. യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥം അല്ലാത്ത വിശ്വാസം. ഞങ്ങൾ പൂർണ്ണമായും യഥാർത്ഥ വിശ്വാസത്തിക്കൊപ്പമാണ്. വിശ്വാസങ്ങളെ പവിത്രമായി കാണുന്ന, വിശ്വാസങ്ങളെ ആദരവോടെ കാണുന്ന, വിശ്വാസങ്ങളെ അന്യമത വിദ്വേഷമായി കാണാത്ത, വിശ്വാസങ്ങൾ ദൈവത്തിൻ്റെ വഴിയെ പോകേണ്ട വഴിയായി കാണുന്ന, വിശ്വാസങ്ങളെ പിശാചിൻ്റെ വഴിയായി കാണാൻ കൂട്ടാക്കാത്ത മനുഷ്യരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഞങ്ങളവരെ മാനിക്കും. എന്നാൽ എല്ലാ മതങ്ങൾക്കുള്ളിലും ഇന്ന് മൂലധന വാഴ്ചയുടെ ഈ തള്ളിക്കയറ്റത്തിന് ഫലമായി കൂടിയാണ് അയഥാർത്ഥ വിശ്വാസികളുമുണ്ട്. കാപട്യം ശീലമാക്കിയ വിശ്വാസികൾ, കപടവിശ്വാസികൾ, അവരാണ് മതഭ്രാന്തന്മാരാകുന്നത്. അവരുടെ ആശയമാണ് മതതീവ്രവാദം. അവരാണ് മതമൗലികവാദികൾ. അത്തരക്കാരുണ്ട് ഇന്നെല്ലാ മതങ്ങളിലും. അതിൻ്റെ പിറകിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അതുവഴി നേട്ടം കൊയ്യാനും കൊതിക്കുന്ന ചൂഷകവർഗത്തിലെ പിന്തിരിപ്പന്മാരാണ്, കോർപ്പറേറ്റ് കൊള്ളക്കാരാണ്. അവരാണ് എല്ലാ മതങ്ങളിലും തലവെക്കുന്ന ഈ മതതീവ്രവാദത്തിൻ്റെ കാരണക്കാർ. അവരോട് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും LDFനും ഒരു ബന്ധവുമില്ല, ഉണ്ടാവുകയുമില്ല. ഖണ്ഡിതമായി പറയുന്നു ഞങ്ങൾ: മതം വേറെ, കപട മതവാദം വേറെ, മതവിശ്വാസം വേറെ, മതഭ്രാന്ത് വേറെ, മതം വേറെ, മതതീവ്രവാദം വേറെ. ഞങ്ങൾ യഥാർത്ഥ മതവിശ്വാസിയെ ബന്ധുക്കളായി കാണും. ഞങ്ങൾ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കൈകൾ നീട്ടിപ്പിടിച്ച് പറയും യഥാർത്ഥ വിശ്വാസിയോട്: ഞങ്ങൾ നിങ്ങളെ ബന്ധുക്കളായി കാണുന്നു. ഞങ്ങൾ കൈകോർത്ത് പിടിക്കാൻ തയ്യാറാണ്. മതതീവ്രവാദത്തിൻ്റെയും മതഭ്രാന്തിൻ്റെയും ശക്തികൾ അഴിച്ചുവിടുന്ന തെറ്റായ ആശയങ്ങളെ ചെറുക്കാൻ, നമ്മുടെ നാടിൻ്റെ മതേതര മൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ ഉള്ള മഹാസമരത്തിൽ ബന്ധുക്കളായി ഞങ്ങൾ നിങ്ങളെ കാണുന്നു. അതിനുവേണ്ടി ആ സമരത്തിനായി ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളുമായി കൈകോർത്ത് പിടിക്കും. ഞങ്ങൾ ഒരു കാരണവശാലും മതഭ്രാന്തിനോട് സന്ധി ചെയ്യില്ല. മതതീവ്രവാദം മതമല്ല. മതം വേറെ, മതതീവ്രവാദം വെറുതെ പറഞ്ഞതല്ല. മതതീവ്രവാദം മതമല്ല, മതഭ്രാന്ത് മതമല്ല, മതമൗലികവാദം മതമല്ല. മതതീവ്രവാദം സത്യം പറഞ്ഞാൽ മതത്തിനും മനുഷ്യനും ദൈവത്തിനുമെതിരാണ്. മതത്തിനും മനുഷ്യനും ദൈവത്തിനുമെതിരായ മതതീവ്രവാദത്തെ തോൽപ്പിക്കാനുള്ള സമരത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ മതവിശ്വാസിയുമായി 1000 തവണ ബന്ധങ്ങൾ സ്ഥാപിക്കും. ഇതാണ് CPI നിലപാട്. അവിടെ ആശയക്കുഴപ്പങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ശബരിമലയിലെ സ്വത്ത് സ്വർണ്ണപ്പാളിയാകാം, അതിൻ്റെ കട്ട്ളപ്പടിയാകാം, ദ്വാരപാലക ശില്പമാകാം, എന്തുമാകാം. അവിടുത്തെ ഒരു മന്ത്രിയെങ്കിലും വിലപ്പെട്ടതുണ്ടെങ്കിൽ ആ സ്വത്തിനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആദരപൂർവ്വം കാണേണ്ട ഒന്നാണ്. ആ സ്വത്ത് അപഹരിച്ചത് ആരായാലും അവരോട് വിട്ടുവീഴ്ചയ്ക്കില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണ് LDF ഗവൺമെൻറ് SITയുടെ പ്രവർത്തനങ്ങളെ ഒരിക്കൽ പോലും തടയാതിരുന്നത്. തടയുകയില്ല, തടയാൻ പാടില്ല. SITയുടെ അന്വേഷണം നിർബാധം മുന്നോട്ട് പോകട്ടെ. അതിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. ആരാണോ ഒപ്പുതുന്നത് അവർ ശിക്ഷിക്കപ്പെടണം. ഇതാണ് CPI നിലപാട്, ഇതാണ് LDF നിലപാട്. ചർച്ചകളിലും പൊന്തുവന്നത് ഈ ആശയമാണ്.
ഇത് അവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്.